അപ്പോൾ നമ്മൾ ഇന്ന് RCFിൻ്റെ ചാർട്ടാണ് അനാലിസിസ് നടത്തുന്നത് എൻ്റെ ഫാമിലി മെമ്പേഴ്സിന് വേണ്ടിയിട്ട്. ഇതെൻ്റെ റിവ്യൂ ആണ് ഞാൻ പറയുന്നത്. പിന്നെ നമുക്ക് കഴിഞ്ഞിടയ്ക്ക് കുറേ ലാഗ് വന്നു, ഇപ്പോൾ ഇടയ്ക്ക് വീഡിയോ ഇടുന്നുണ്ട്. നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് തന്നെ പലപ്പോഴും പറയുന്നുണ്ട് വീഡിയോ ഇട്ട് സ്റ്റാർട്ട് ചെയ്യാനൊക്കെ പറയുന്നുണ്ട്. കേൾക്കുമ്പോൾ തന്നെ ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ നമുക്ക് കുറച്ച് ഫോളോവേഴ്സ് കൂടുന്നുണ്ട്. നമുക്ക് ചെറിയ ചാനലാണെന്നുണ്ടെങ്കിലും ഫോളോവേഴ്സ് അതായത് സബ്സ്ക്രൈബേഴ്സ് കൂടുന്നുണ്ട്. അതുകൊണ്ടല്ല ഞാൻ പറയുന്നത് ഞാൻ ഈ ചാനലിലോട്ട് ഉദ്ദേശിക്കുന്നത് ഫ്രീ ആയിട്ട് തന്നെ ആൾക്കാർക്ക് ട്രേഡിങ്ങിൻ്റെ കാര്യങ്ങൾ, ഞാൻ പഠിച്ച കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ട് ഏണിങ്സ് ഉണ്ടാക്കുക എന്നുള്ളൊരു സംഭവമാണ്. എല്ലാം കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് തന്നെയാണ്. എൻ്റെ ഫാമിലി മെമ്പേഴ്സിന് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പം നിങ്ങൾക്കും തന്നെ ചെയ്യാൻ പറ്റും, നമുക്ക് ഒന്നിച്ച് മുന്നോട്ട് പോകാം എന്ന് ഉദ്ദേശിച്ചിട്ട് തന്നെ ഉണ്ടാക്കിയ ചാനലാണ്. അപ്പം കുറച്ച് പേർക്കൊക്കെ ഉപകാരപ്പെടുന്നുണ്ടായിട്ടാണല്ലോ ഫോളോവേഴ്സ് കൂടുന്നത്. നമുക്ക് 2-3 പേര് കൂടിയെന്ന് പറഞ്ഞാലും ആർക്കെങ്കിലും ഉപകാരപ്പെടുന്നുണ്ടല്ലോ, വേസ്റ്റ് അല്ല. അത് ആ ഒരു സന്തോഷത്തിൻ്റെ ഫാമിലി മെമ്പേഴ്സുമായിട്ട് ഞാനത് ഷെയർ ചെയ്തതേ ഉള്ളൂ. അപ്പം ഇത് ആദ്യം തന്നെ ഞാൻ വരച്ചിട്ടുണ്ട്. ഇത് കൺട്രോൾ പ്രൈസ് ലൈൻ എന്ന് ഞാനിപ്പോഴും പറയുന്ന ആ ഒരു ലൈനാണ് ഇത്. ഇപ്പോൾ മേജറായിട്ടുള്ള സപ്പോർട്ട്, റെസിസ്റ്റൻസ്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലൈനാണ്. നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. മുകളിൽ പോയി താഴെ വന്ന് നിങ്ങൾക്കറിയാം. ഇവിടെ റെസിസ്റ്റൻസ് ഞാൻ പിന്നെ ആഡ് ചെയ്തു. അത് പ്രത്യേകിച്ചൊന്നും ചെയ്തില്ല. ഇതൊന്ന് ക്ലോൺ ചെയ്ത് ജസ്റ്റ് ഇങ്ങനെ ക്ലോൺ ചെയ്തിട്ടാണ് ഇങ്ങനെ വെച്ചതേ ഉള്ളൂ കേട്ടോ. അതുപോലെ തന്നെ ഒരു സപ്പോർട്ടും വരച്ചിട്ടുണ്ട്. ഇതിനിടയ്ക്ക് നമുക്ക് ആഡ് ചെയ്യാം. പിന്നെ ഞാൻ എല്ലാം കൂടെ അങ്ങോട്ട് വരച്ചിട്ടില്ല. നമുക്ക് ഇവിടെയും വെക്കാം കണ്ടോ. നമുക്കത് കൂടുതലായിട്ട് നമുക്ക് പലയിടത്തായിട്ട് തന്നെ നമുക്കിത് ആഡ് ചെയ്ത് വെക്കാൻ പറ്റും. പിന്നെ ഞാൻ അങ്ങ് ഇൻഡെപ്തായിട്ട് ഞാനങ്ങ് വരച്ചിട്ടില്ലെന്നേ ഉള്ളൂ. കാരണം പെട്ടെന്ന് കണ്ടുപിടിക്കുക, കാരണം ഒരുമാതിരി വൃത്തികെട്ട രീതിയിലായിപ്പോവും. കാരണം നിങ്ങൾക്കത് കാണാൻ ഇപ്പം തന്നെ നിങ്ങൾക്ക് ഏകദേശം കുറച്ച് കാര്യങ്ങൾ ഇതിനകത്തും നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കും. ഓവറോൾ അപ്രൻ്റാണ്. അതെങ്ങനെ നോക്കാം. ചാർട്ട് ഒന്ന് ചെറുതാക്കി നമ്മൾ നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇത് ഓവറോൾ അപ്രൻ്റാന്നുള്ള കാര്യം. അപ്പം ഇതിനകത്ത് ഇതങ്ങ് കളഞ്ഞേക്കാം. അപ്പം ഇതിൻ്റെ ഒരു കളർ നമുക്ക് ജസ്റ്റ് ഒന്ന് മാറ്റാം. ഇച്ചിരി വേണ്ടി ഞാനത് പറയാം. അതിൻ്റെ റീസൺ ഒരു ബ്ലാക്ക് കിടക്കട്ടെ, ഐശ്വര്യത്തിൻ്റെ കളർ ചുമ്മാ. പിന്നെ നമുക്ക് വേറൊരു ഉദാഹരണം കൂടെ കാണിച്ചു തരാം. വേറെ ഇതിനകത്ത് നമുക്ക് പല അവസരങ്ങൾ നമുക്ക് കണ്ടെത്താൻ പറ്റും. പിന്നെ ഒരു ചാർട്ടിനെ എടുത്ത് അടിമുടി ഞാൻ എടുക്കുന്നില്ലെന്നേ ഉള്ളൂ. ഒരു കേസ് സ്റ്റഡി പോലെ ജസ്റ്റ് നമ്മളിത് പറയാൻ ഈ ഒരു ഏരിയ നമ്മളിത് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ജസ്റ്റ് ഒന്ന് ബ്രേക്ക് ചെറിയ രീതിയിൽ നടന്നപ്പോൾ തന്നെ ഇവിടെ നല്ലൊരു മൂവ്മെൻറ്റ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഈ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്തിട്ടും ഇവിടെ ചെറുതായിട്ട് തട്ടിത്തടം നിൽക്കുന്നുണ്ട്. കാരണം അതുകൊണ്ട് എന്തുകൊണ്ടാണ് നമ്മൾ ഇവിടെ താഴോട്ട് വന്നപ്പം ഈ ഒരു ഏരിയ വരച്ച സപ്പോർട്ട് അവിടെ റെസിസ്റ്റൻസ് ആയിട്ട് ആക്റ്റ് ആകുന്നുണ്ട് കണ്ടോ. ഇവിടെ തട്ടി. പക്ഷെ എന്നിരുന്നാലും ആ ഒരു ചെറിയൊരു മൂവ്മെൻറ്റ് തന്നെ എന്തുമാത്രം നല്ലൊരു മൂവ്മെൻറ്റ് അവിടെ തന്നിട്ടുണ്ട് എന്ന് നിങ്ങൾ കാണണം. ഒരു 100% അടുത്ത് തന്നെയുള്ളൊരു മൂവ്മെൻറ്റ് അവിടെ വന്നിട്ടുണ്ട് ആ റെസിസ്റ്റൻസ് വരെ. മനസ്സിലായി. എന്ന് വെച്ചാൽ കയ്യിലുള്ളവരാരും അത് സെല്ല് ചെയ്ത് കളയണമെന്നില്ല. കാരണം ഇത് ഈ ഒരു ട്രെൻഡിലെയും ബ്രേക്ക് ചെയ്ത് താഴെ പോയി കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ ഈ ചാർട്ടിൻ്റെ വീതി മൊത്തം കംപ്ലീറ്റ് മാറുന്നത്. അപ്പോൾ പിന്നെ ഈ വരച്ച കാര്യങ്ങളെല്ലാം വെറുതെ ആയി പോകുന്നല്ല, കാര്യങ്ങളെല്ലാം മാറും. മനസ്സിലായോ. അപ്പോൾ ഇതെല്ലാം പോട്ടെ. പിന്നെ നമുക്കിതിൻ്റെ തൊട്ടടുത്തുള്ളൊരു ഏരിയയിലോട്ട് നമുക്ക് വരാം. ഒരു ഡെയിലി ടൈം ഫ്രെയിം ഇടാം. പല ടൈം ഫ്രെയിമിൽ നോക്കാൻ കേട്ടോ. ഞാനിപ്പോൾ ജസ്റ്റ് ഡെയിലി ഇടുന്നതേ ഉള്ളൂ. ഇപ്പോൾ കണ്ടോ ആ ഒരു റെസിസ്റ്റൻസിൽ നിന്ന് പതുക്കെ താഴോട്ട് ഒരു ഡൗൺ ട്രെൻഡിലോട്ടുള്ള ഒരു വരവാണ്. നമുക്കതൊന്ന് മാർക്ക് ചെയ്യാം. ഇവിടെ ഒന്ന് മാർക്ക് ചെയ്യാം. പിന്നെ അതിനൊരു സപ്പോർട്ട് മാർക്ക് ചെയ്യാം കണ്ടോ. ഇതിനകത്തൂടെ തന്നെയുള്ളൊരു മൂവ്മെൻറ്റാണ് വന്നേക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് നല്ലൊരു എൻട്രി എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് വേണമെങ്കിൽ ഈ ഒരു താഴത്തെ ലെവലിൽ വെച്ചിട്ട് വാങ്ങിച്ചാൽ മുകളിലത്തെ റെസിസ്റ്റൻസ് വരെ നമുക്കത് ഹോൾഡ് ചെയ്യുന്നതിനെ പറ്റി നോക്കാം. ഇന്നത്തെ എക്സ്ട്രാ കുറച്ച് ലൈൻ ആഡ് ചെയ്യാൻ ഞാനത് വരയ്ക്കുന്നില്ല, അതിൻ്റെ ആവശ്യമില്ല. പിന്നെ അല്ലെങ്കിൽ പുതിയൊരു അവസരം എന്ന് പറഞ്ഞപ്പോഴാണ് ഈ ഒരു ലൈൻ ബ്രേക്ക് ചെയ്ത് ഒരു ലോവർ ഒരു ഹൈ ഒക്കെ ഒന്ന് ബ്രേക്ക് ചെയ്യുമ്പോഴത്തേക്ക് നമുക്കത് ആഡ് ചെയ്യാം. മനസ്സിലാവും. ഈ ഒരു ഏരിയ ഈ ഡൗൺ ട്രെൻഡ് ബ്രേക്ക് ആകണം. അതാണ് മെയിൻ ഐഡിയ. അത് നിങ്ങൾക്ക് കാണുമ്പോഴത്തേക്ക് നിങ്ങൾക്കത് മനസ്സിലാവും. ഡൗൺ ട്രെൻഡ് ബ്രേക്ക് ആയാൽ മാത്രമേ അത് വാങ്ങിക്കേണ്ട ആവശ്യമുള്ളൂ. ഇപ്പോൾ ചാടിക്കറി വാങ്ങിച്ചറിയാലോ വീണ്ടും താഴോട്ടായിരിക്കും. പിന്നെ അല്ലെങ്കിൽ നല്ലൊരു ന്യൂസോ കാര്യങ്ങളൊക്കെ അതും നമ്മുടെ കയ്യിലല്ല. ചാർട്ട് പാറ്റേൺ വെച്ച് നോക്കാൻ നേരത്ത് ഇങ്ങനെയൊക്കെ തന്നെയാണ്. നല്ലൊരു മനസ്സിലായല്ലോ. കാരണം ചാർട്ട് പാറ്റേൺ വെച്ച് നോക്കുമ്പോഴത്തേക്ക് താഴോട്ടാണ് പോകുന്നത്. അപ്പോൾ കയ്യിലുള്ളവർ ശരിക്കും പറഞ്ഞാൽ പേടിക്കേണ്ട ആവശ്യമില്ല, ഹോൾഡ് ചെയ്യാം. അത് മാക്സിമം ഒരു നോർമൽ കണ്ടീഷനിലാണെന്നുണ്ടെങ്കിൽ താഴെ അതൊരു 100 ഈ ഒരു റേഞ്ച് വരെ 110 ഇച്ചിരി പൊടി കുടിച്ചിട്ട് താഴോട്ട് പോകുന്നതിൽ ആ ഒരു സപ്പോർട്ട് അടിച്ച് തിരിച്ച് കയറുമെന്ന് പ്രതീക്ഷിക്കാം. കയ്യിലുള്ളവരാരും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല പുതിയതായിട്ട് വന്നവരാണെന്നുണ്ടെങ്കിലും. അപ്പോൾ ഇങ്ങനെയാണ് ബേസിക്കലി നമ്മൾ ചാർട്ട് അനാലിസിസ് ചെയ്യുന്നത്. പക്ഷേ ഇത് മാത്രമല്ല, ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പോൾ ബേസിക്കലി അത്രയ്ക്കുള്ള കാര്യങ്ങളെ നമുക്ക് ഈ ഒരു വീഡിയോക്കത്തിന് ഉൾപ്പെടുത്തുന്നുള്ളൂ. കയ്യിലുള്ളവർ പേടിക്കേണ്ട. പിന്നെ ഇതൊക്കെ ഒന്ന് വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്തിട്ടാൽ നല്ലതാണ്. ഇവിടെ നിന്നൊരു റിവേഴ്സിൽ വരുമ്പോഴത്തേക്ക്, കാരണം ഞാൻ എൻട്രി എക്സിറ്റ് ഞാൻ പിന്നെ പറയാത്തത് കൊണ്ടാണ്. ഇപ്പം ഇതൊക്കെ ഒരു ബ്രേക്കൊക്കെ ആകുമ്പോഴത്തേക്ക് ചുമ്മാ ഒന്ന് വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്തിട്ട് കുഴപ്പമില്ല. കുറേ എണ്ണം നിങ്ങൾ ഇടുന്നു. അപ്പം നിങ്ങൾ ഡെയിലി ഇങ്ങനെ വരച്ച് നോക്കാൻ നേരത്ത് നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും. മനസ്സിലായോ. അപ്പോൾ ഒരു ബ്രേക്ക് ഔട്ടൊക്കെ നടന്ന് കഴിയുമ്പോഴത്തേക്ക് ഇത് മാത്രമല്ല, ഒരുപാട് പല രീതിയിലൂടെ നടക്കും. ചിലപ്പോൾ നാളെ ഇവിടെ ഒരു ബ്രേക്ക് ഔട്ടായിട്ട് ഇങ്ങനെ നടന്നു, ചിലപ്പോൾ ഒരു ഡൗൺ ട്രെൻഡായിട്ട് വന്നിട്ട് ഡൗൺ ട്രെൻഡ് പോട്ടെ, ചെറിയൊരു ഡൗൺ അടിച്ചിട്ട് പിന്നെ അത് മുകളിലോട്ട് പോയേക്കാം. മനസ്സിലായോ. നല്ല അവസരങ്ങളുണ്ട്. ഇവിടെയൊക്കെ ഒന്ന് ബ്രേക്ക് ആയി കഴിഞ്ഞാൽ ഈ ചെറിയ റെസിസ്റ്റൻസ് ഒന്നൊക്കെ അടിച്ചിട്ട് ഞാൻ കാണിച്ചു തരാം. ഇതുണ്ടോ
ഒരു വീക്കിലൊക്കെ എടുത്ത് നോക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അറിയാം ഇവിടെ ഒരു ഡബിൾ ബോട്ടം ഒക്കെ വന്നിട്ട് ഇവിടെ ഒരു ബ്രേക്കൊക്കെ നടന്ന് മുകളിലോട്ട് പോയാൽ എത്ര പെർസെൻറ്റേജ് ഉള്ള മൂവ്മെൻറ്റ് കിട്ടും. മനസ്സിലായോ? നമ്മൾ അവസരങ്ങൾ നമ്മൾ കണ്ടുപിടിക്കണം. അത് ചിലപ്പോൾ അവസരം എപ്പോഴും കിട്ടണമെന്നില്ല, പക്ഷേ വരച്ച് ഇരുന്നോണ്ട് വലിയ നഷ്ടമില്ല. അറ്റ്ലീസ്റ്റ് ഇവിടെ വരെ ഇതൊക്കെ ബ്രേക്ക് ആയി കഴിഞ്ഞാൽ ഏത് രീതിയിൽ പോകുന്നൊന്ന് ആലോചിച്ച് നോക്കി. ലോങ് ഗെയിമിൽ ഇതൊക്കെ ബ്രേക്ക് ആകാനാണ് ചാൻസ് ഞാൻ നോക്കിയിട്ട്. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, ഒന്നും 100% അല്ല, എല്ലാം നമ്മുടെ ഒരു അസംഷനാണ്. അപ്പം വീഡിയോ കണ്ട എല്ലാവർക്കും ഏകദേശം ഒരു ഐഡിയ കിട്ടുമെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും ചാർട്ടൊന്ന് വരച്ച് നോക്കുക, RCF തന്നെ എടുത്തിട്ട് നിങ്ങളൊന്ന് വരച്ച് നോക്കുക. നിങ്ങൾക്ക് ഇതേപോലെ കിട്ടുന്നുണ്ടോ നോക്കുക. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഏതെങ്കിലും ചാർട്ട് വരച്ച് നോക്കണമെന്നുണ്ടെങ്കിലും ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ ചെയ്തു തരാം. പിന്നെ ഞാൻ പറയുന്നു, ഒരുപാട് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ ഓപ്ഷൻസോ അങ്ങനത്തെ ഓപ്ഷൻസൊക്കെ പഠിച്ചിട്ട് നമുക്ക് ഫ്യൂച്ചർ ഞാൻ ചെയ്യുന്നതിനെ പറ്റി പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇപ്പം നമുക്ക് സ്വിങ്ങിൽ കൂടെ തന്നെ ഇൻട്രാഡേ സ്വിങ് ഈ ഒരു ബേസിക് പ്രൈസ് ആക്ഷൻ വെച്ച് തന്നെ നമുക്ക് മുന്നോട്ട് പോകാം. അപ്പോൾ കൂടെ നിന്നിരുന്ന എല്ലാവർക്കും നന്ദി. അപ്പം മറ്റൊരു വീഡിയോയിൽ നമുക്ക് കാണാം. വീഡിയോ കണ്ട എല്ലാവർക്കും എന്തെങ്കിലും ഒരു ഇൻഫർമേഷനെങ്കിലും കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. അപ്പം മറ്റൊരു വീഡിയോ കാണാം. ബൈ.